താങ്ക് യു ആൾ ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPSന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2018 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ ഒരു പ്രത്യേക ക്ലാസ്സാണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഒരു ക്ലാസ് എടുത്തിരുന്നു. ഇന്നും അതിന്റെ ഒരു ബാക്കി ഭാഗവുമായി എത്തുന്നത് ഡോക്ടർ IR അശോക് കുമാറാണ്. റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഫ്രം കാസർഗോഡ്. ഡോക്ടർ സ്വദേശം കൊല്ലം ജില്ലയാണ്. ഇന്ന് ഡോക്ടർ എടുക്കുന്ന വിഷയം ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഉപരിപഠനത്തിന് ശേഷമുള്ള തൊഴിൽ സാധ്യതകൾ എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തിയിരിക്കുന്നത്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുവാനായി എത്തുന്ന ഡോക്ടർ IR അശോക് കുമാറിനെയും ആദരപുരസ്സരം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടറെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. അതുപോലെ തന്നെ ഡോക്ടർ, ഒരു നിമിഷം, നമ്മോടൊപ്പം പല വിശേഷ പരിപാടികളിലും പാട്ടുകളുമായി എത്തിയിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ ദിലീപ് ചന്ദ്രൻ. ദിലീപ് ചന്ദ്രൻ ഡോക്ടറുടെ അമ്മ അല്പസമയം മുമ്പ് നിര്യാതയായ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു. ദിലീപ് ചന്ദ്രൻ ഡോക്ടറുടെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. താങ്ക് യു ഡോക്ടർ ശൈല. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. നമ്മള് ഈ സെഷൻ ഒരു ക്ലാസ് ഒന്നും അല്ല, കഴിഞ്ഞ സെഷൻ ഒരു ക്ലാസ് ആയിരുന്നില്ല. നമ്മൾ വെറുതെ കുറച്ച് കാര്യങ്ങൾ ഹോമിയോപ്പതി രംഗവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശമാണ്. അത് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം IFPHന്റെ വേദിയാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് ഇവിടെ തന്നെ പറയുന്നത്. പുതിയ തലമുറയിലെ ഡോക്ടർമാർക്ക് പൊതുവെ ഹോമിയോപ്പതിയെക്കുറിച്ച്, പ്രത്യേകിച്ച് നീറ്റ് എക്സാം ഒക്കെ വരുമ്പോൾ വളരെ വ്യാപകമായി കേൾക്കുന്ന ഒരു പരാതിയാണ് ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് അല്ലെങ്കിൽ BHMS പഠിക്കാൻ പോയാൽ തൊഴിലവസരങ്ങൾ കുറവാണ്, അതുകൊണ്ട് ആരും അതിനെ പോയി തലവെക്കരുത് എന്നുള്ള രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ തന്നെ ഡോക്ടർമാർ പലപ്പോഴും അത് പറയാറുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്നുള്ള കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തുക. ഇല്ലെങ്കിൽ BHMS കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മളുടെ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ, എന്തൊക്കെയാണ് അത്തരം ഉപരിപഠനത്തിന് പോയാലുള്ള തൊഴിൽ സാധ്യതകൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ രംഗത്തും തൊഴിൽ മേഖലയിൽ നല്ല മത്സരമുണ്ട്. ഇപ്പം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നീറ്റിനൊക്കെ അറ്റംപ്റ്റുകൾ നടത്തുന്നവർ 4ഉം 5ഉം 6ഉം അവസരങ്ങൾ ഉപയോഗിച്ച് നീറ്റ് പരീക്ഷയെ കടന്ന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, വികലാംഗർക്കുള്ള സീറ്റ് ലഭിക്കാൻ വേണ്ടി സ്വന്തം കാല് മുറിച്ച ഒരു നീറ്റ് വിദ്യാർത്ഥിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. കേരളത്തിലല്ല, മഹാരാഷ്ട്രയിലെ മറ്റുമാണ്. അതായത് ഫിസിക്കലി ഡിസേബിൾഡിന് ഒരു സീറ്റുണ്ട്, അപ്പോൾ അത് കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ല. 4 പ്രാവശ്യമോ മറ്റോ നീറ്റ് അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല, എങ്കിൽ പിന്നെ കാല് മുറിച്ചേക്കാം എന്ന് കരുതിയ ഒരു വിദ്യാർത്ഥി. അപ്പം അത്രയും സ്ട്രെയിൻ എടുത്ത് MBBS പോയിട്ടിറങ്ങിയാൽ എന്താണ് സാധ്യത എന്ന് MBBS കഴിഞ്ഞ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കിയാൽ നമുക്കറിയാം. അപ്പം അത്രയൊന്നുമുള്ള ഒരു ബുദ്ധിമുട്ട് ഹോമിയോപ്പതി മേഖലയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവരോടൊക്കെ അവിടെ അത്ര വലിയ കോമ്പറ്റീഷനൊന്നുമില്ല, അവസരങ്ങളുണ്ട് എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് BHMS ശേഷം എന്തൊക്കെ തുടർ പഠന സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ ലഭ്യമാണ്,
അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നുള്ള വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ പറയുന്ന കാര്യങ്ങൾ, ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ചില കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാത്തതുണ്ടാകാം എന്ന് കരുതിയാണ് ഞാനത് ഒന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുതിയ ഡോക്ടർമാർക്ക്, BHMS കഴിഞ്ഞ് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവരോ, ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായിട്ടുള്ളവരോ ഒക്കെ അത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ പറയാമെന്ന് കരുതിയത്. നമ്മൾ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു സെഷൻ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയാണെന്ന് ഡോക്ടർ ശൈല ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള സെഷൻ അടുത്ത തിങ്കളാഴ്ചയാണ് ചെയ്യുന്നത്. അടുത്ത തിങ്കളാഴ്ച ഇപ്പോൾ നിലവിലുള്ള PSC ലിസ്റ്റിലെ 12ാം റാങ്കുകാരൻ, 12ാം റാങ്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 11 പേരും ലേഡി ഡോക്ടേഴ്സ് ആയിരുന്നു. ആദ്യത്തെ മെയിൽ ഡോക്ടർ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ മെയിൽ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഡോക്ടർ ഷിജിൽ P. ഷിജില് ഇപ്പോൾ പാലക്കാട് ഒരു ഡിസ്പെൻസറിയിൽ ജോയിൻ ചെയ്തിട്ട് അന്ന് തന്നെ ലീവ് എടുത്ത് വീണ്ടും അദ്ദേഹത്തിന്റെ PG കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം PG ചെയ്യുന്ന കോളേജ് ബീഹാറിലാണ്. പാറ്റ്ന ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലാണ് PG ചെയ്യുന്നത്. ഒരു പക്ഷേ ബീഹാറിൽ പഠിക്കുന്ന ആദ്യത്തെ PG കാരനാണെന്ന് അദ്ദേഹം ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ഗവൺമെന്റ് കോളേജാണ്. അപ്പോൾ ബീഹാറിലെ സാഹചര്യങ്ങളും കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ 2018 19 പാസ് ഔട്ട് ആയതാണ് ഷിജില്. അപ്പോൾ അവിടവും ബീഹാറിലെ സാഹചര്യങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഷിജിൽ നടത്തും. അതിലെ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഹോമിയോപ്പതിയുടെ ഹബ്ബാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ PG സ്റ്റൈഫൻഡ് 30,000 35,000 ആണ്. എനിക്ക് കൃത്യമായിട്ട് എമൗണ്ട് അറിയില്ല. പക്ഷേ നമ്മൾ കളിയാക്കി വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു പിന്നോക്ക സംസ്ഥാനം എന്ന് പറയുന്ന ബീഹാറിൽ 60,000 രൂപയാണ് ഹോമിയോ PGയുടെ സ്റ്റൈഫൻഡ്. അതുപോലുള്ള ചില കാര്യങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നത്. കാര്യം കേരളത്തിലാണ് ഏറ്റവും കുറവ് PG സ്റ്റൈഫൻഡ് ഉള്ളത്. PG സ്റ്റൈഫൻഡ് ഡൽഹിയിലൊക്കെ 1 ലക്ഷവും അതിന് മുകളിലുമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയിൽ 80,000 വരെ ഉണ്ട്. അത് കൽക്കട്ട NIH-ലും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഡൽഹി NIH-ലും അത്രയുണ്ട്. അപ്പം ബീഹാറിൽ പോലും MD ഹോമിയോയ്ക്ക് പഠിക്കുന്ന MD സ്കോളേഴ്സിന് 55,000 60,000 രൂപ സ്റ്റൈഫൻഡ് ഉണ്ട്. നമ്മുടെ ഇവിടെ അതിന്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളും ഒക്കെ പറയാനാണ് ഷിജിൽ വരുന്നത്. അതുപോലെ ഷിജിൽ എങ്ങനെ കഴിഞ്ഞ PSC ക്രാക്ക് ചെയ്തു. അപ്പോൾ ഷിജിലിന്റെ ഒരു പ്രത്യേകത, ഷിജിൽ ഞാൻ ആദ്യമേ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പലരെക്കുറിച്ചും ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തപ്പോൾ ഒരുപാട് പേര് ഷിജിലിന്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞു. കാരണം ഷിജിലിനെ അറിയാവുന്നവർ, ഷിജിൽ അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു, SFIയുടെ വലിയ നേതാവായിരുന്നു, കോളേജിലെ എല്ലാ തരം ആക്ടിവിറ്റീസിലും വളരെ സജീവമായിട്ട് നടന്ന, മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു പഠിപ്പിസ്റ്റൊന്നും അല്ലാത്ത ആളായിരുന്നു. എന്നിട്ടും ഷിജിൽ എങ്ങനെ ആദ്യത്തെ റാങ്കിൽ വന്നു എന്നുള്ളത് അറിയാൻ പലർക്കും താല്പര്യം ഉണ്ടായിരുന്നു. ഷിജിലിന്റെ വൈഫാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ച അമൃത ഡോക്ടർ, അതായത് ന്യൂ ഇന്ത്യ അഷുറൻസിൽ ഹെൽത്ത് ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത ഡോക്ടർ അമൃത. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ ഷിജിൽ സംസാരിക്കുന്നുണ്ടാവും. അത് ആ സെഷൻ നമ്മൾ അടുത്ത തിങ്കളാഴ്ച അന്നത്തേക്കാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും അല്ല. BHMS കഴിഞ്ഞിട്ട് എന്തൊക്കെ തുടർ വിദ്യാഭ്യാസ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ തുടർ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് MD ഹോമിയോ തന്നെയാണ്. 3 വർഷത്തെ ബിരുദ കോഴ്സാണ്. MD ഹോമിയോ സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലാണ്. 1995-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. 95-ൽ 2 വിഷയങ്ങൾ, ഓർഗനോണും മെട്രിയാമെഡിക്കയായിട്ട് കേരളത്തിൽ 2 ഹോമിയോ കോളേജുകൾ, കോഴിക്കോടും തിരുവനന്തപുരത്തും ഹോമിയോ കോളേജിൽ MD തുടങ്ങി. 96-ൽ റെപ്പർട്ടറി കൂടി ആഡ് ചെയ്തു. 2004-ൽ അതിനിടയിൽ ഫാർമസി ഏതോ വർഷം ആഡ് ചെയ്ത് വിട്ടു. 2004 ആയപ്പോൾ പ്രാക്ടീസ് മെഡിസിൻ. അങ്ങനെ 4 വിഷയങ്ങൾക്കാണ്, 4 5 വിഷയങ്ങൾക്കാണ് നമ്മൾ കേരളത്തിൽ ഹോമിയോ PG നടക്കുന്നത്. ഓക്കെ, ഡോക്ടർ മനോജ് 91-ലെന്ന് പറയുന്നു. ഓക്കെ, എനിവേ എന്തായാലും കേരളത്തിലാണ് ആദ്യമേ തുടങ്ങിയത്. അപ്പോൾ 2016 വരെ അതാത് സംസ്ഥാനങ്ങൾ എവിടെയൊക്കെ PG ഉണ്ടോ അവിടുത്തെ അതാത് സംസ്ഥാനങ്ങൾ, കേരളത്തിലുമൊക്കെ സ്റ്റേറ്റ് ആയിരുന്നു എക്സാം നടത്തുന്നതും അതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും അതിൽ നിന്നായിരുന്നു സെലക്ഷൻ പ്രോസസ്സും. 2017 മുതലാണ്
ആൾ ഇന്ത്യ ആയുഷ് PG എൻട്രൻസ് AIPGT എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇപ്പം 2-3 വർഷമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി NTA ആണ് പ്രോഗ്രാം ചെയ്യുന്നത്. എല്ലാ വർഷവും ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ NTA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി AIPGTക്കുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. AIPGT ഹോമിയോ മാത്രമല്ല ആയുഷ് വിഭാഗങ്ങളിലുള്ള എല്ലാ പരീക്ഷകളും ഏകദേശം ഒന്നിച്ചാണ് നോട്ടിഫൈ ചെയ്യുന്നതും ആപ്ലിക്കേഷൻ്റെ ഡേറ്റും എല്ലാം ഒരേ സമയത്താണ്. കഴിഞ്ഞ വർഷം 2025 AIPGT വിളിച്ചത് മെയ് 9 തീയതി ആയിരുന്നു. എക്സാം നടന്നത് ജൂലൈ 4 തീയതി ആയിരുന്നു. 2024 അത് ജൂലൈ 6 തീയതി ആയിരുന്നു എക്സാം നടന്നത്. അപ്പോൾ ജൂലൈ 4 തീയതി പരീക്ഷ നടന്നു. ജൂലൈ 30 തീയതി അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റ് വന്നു. ആ രീതിയിലാണ് നമ്മുടെ ഒരു ഡേറ്റ്. അപ്പോൾ ഈ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ AIPGT നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏപ്രിൽ മാസം വിളിക്കും. മെയ്യിലാണ് ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ജൂലൈയിലാണ് എക്സാം എങ്കിലും ഓഗസ്റ്റ് മാസം വരെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കെല്ലാം പരീക്ഷ എഴുതത്തക്കോണമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ വർഷം ഇനി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അറിയില്ല. അത് പറയുമ്പോൾ ഇന്നൊരു ചെറിയ സംഭവം ഒരല്പം മുമ്പ് ഞാൻ കുറച്ച് പേരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടിരിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി ഇന്ന് നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, ഹോമിയോപ്പതി അല്ല ആയുഷ് രംഗത്തെ നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിനുള്ള നോട്ടിഫിക്കേഷൻ ഇന്ന് പുറത്തിറങ്ങി. ആ നോട്ടിഫിക്കേഷനകത്ത് ഒരു ചെറിയ ഡിസ്ക്രിമിനേഷൻ നമ്മളോട് കാണിച്ചതിനെ കുറിച്ച് കുറേയേറെ ഡോക്ടർമാർ നമ്മളോട് പരാതി പറഞ്ഞു. ഞാൻ അതിലൊന്നും ആ പ്രോസ്പെക്ടസിലുള്ള ചെറിയൊരു കാര്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്തുകൊണ്ട് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. എനിവേ, അതിന്റെ എലിജിബിലിറ്റിയിൽ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സ്റ്റുഡൻസ് ഇൻ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ കംപ്ലീറ്റഡ് 30 months ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം ഷാൽ ബി എലിജിബിൾ ടു അപ്പിയർ ഇൻ ദ എക്സാമിനേഷൻ. 30 മാസമായവർക്കും, അതായത് അവർക്ക് PG കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേറാസ് ഫോർ ഹോമിയോപ്പതി സിസ്റ്റം ഓഫ് മെഡിസിൻ ദ കാൻഡിഡേറ്റ്സ് വിത്ത് റെക്കഗ്നൈസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഷാൽ ബി എലിജിബിൾ ടു അപ്പിയർ ഫോർ ദ എക്സാം. നമുക്ക് PG കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്ക് മാത്രമേ ഈ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇന്നത്തെ നോട്ടിഫിക്കേഷനകത്ത് വന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, അതായത് യുനാനിക്കുണ്ട്, സിദ്ധയ്ക്കുണ്ട്, അതിനെല്ലാം നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് NTET ഉണ്ട്. അവിടെയെല്ലാം 30 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർക്ക് പരീക്ഷ എഴുതാം. അവിടെ ആ വാചകത്തിന് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നു, വേറാസ് ഫോർ ഹോമിയോപ്പതി സിസ്റ്റം ഓഫ് മെഡിസിൻ ദേ ഹാവ് ടു കംപ്ലീറ്റ് ദ PG. അതെന്താണ് ആ ഡിസ്ക്രിമിനേഷൻ്റെ കാര്യം എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയാണ് ടീച്ചേഴ്സ് എലിജിബിലിറ്റിയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളിച്ചാലും ഓഗസ്റ്റ് മാസം ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് വരെ പരീക്ഷ എഴുതാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ പരീക്ഷ വിളിക്കുന്നത്. 120 ചോദ്യങ്ങളാണ്. 4 മാർക്കിൻ്റെ 120 ചോദ്യങ്ങളാണ്. അതായത് 480 മാർക്കാണ് മാക്സിമം മാർക്ക്. നെഗറ്റീവ് മാർക്ക് 1 മാർക്ക് വീതമാണ്. ഏകദേശം ഒരു 320 മുകളിൽ, അല്ലെ 320 അടുത്തൊരു സ്കോർ വരികയാണെങ്കിൽ ആദ്യ റാങ്കുകളിലേക്ക് വരാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളുടെയൊക്കെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ റാങ്കുകളൊക്കെ കേരളത്തിലെ ഡോക്ടേഴ്സ് കൊണ്ടുപോയ ചരിത്രമുണ്ട്. കഴിഞ്ഞ വർഷം വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിലും ഡോക്ടർ അലിത് സാറ അലക്സും, അതിനു മുമ്പ് 2019 ഡോക്ടർ അജിത് കുമാറും ഒക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ കേരള സ്റ്റുഡൻസ് മെച്ചപ്പെട്ട പ്രകടനമാണ് AIPGTയിൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും കാഴ്ചവെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ മൊത്തം 58 സീറ്റുകളാണ്. 58 സീറ്റ് കേരളത്തിൽ മൊത്തം ഉണ്ട് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു കോളേജിൽ തന്നെ 58 കൂടുതൽ സീറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകൾക്ക് മാത്രമേ PG കോഴ്സ് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ തന്നെ ഹോമിയോപ്പതി തുടങ്ങിയ കുറിച്ചി കോളേജിലോ ഒന്നും അങ്ങനൊരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടോ ഉണ്ടായിട്ടില്ല. കേരളത്തിലുള്ള 2 കോളേജുകളിലായിട്ട് 58 ആണെന്ന് എനിക്ക് തോന്നുന്നു. 58 സീറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത്. അതിലൊരു 9 സീറ്റ് ഓരോ വർഷം ചെറിയ വ്യത്യാസം വരും. കാര്യം അതാത് പരീക്ഷയുടെ റിസൾട്ട് വന്ന ശേഷം കേരള സർക്കാർ ഇറക്കുന്ന പ്രോസ്പെക്ടസ് അനുസരിച്ചാണ് സീറ്റുകളുടെ ചെറിയ വേരിയേഷൻ വരുന്നത്. 9 സീറ്റ് സെൻട്രൽ അലോട്ട്മെന്റ് ആണ്. സെൻട്രൽ കോട്ടയിൽ പോകും. അതിലും കേരളത്തിലെ ഡോക്ടേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കി 47 സീറ്റോ 48 സീറ്റോ മറ്റോ ആണ് കേരളത്തിലുള്ളത്. ഒരു 220 മുകളിൽ സ്കോർ കിട്ടുന്ന
ഡോക്ടേഴ്സിനാണ് ജനറൽ കാറ്റഗറിയിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത. അത് പക്ഷേ വേരി ചെയ്യാം, കാര്യം പരീക്ഷയുടെ ചോദ്യ പേപ്പറിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 220, 230 മാർക്ക് കിട്ടുന്ന ഡോക്ടേഴ്സിന് കേരളത്തിൽ ജനറൽ കോട്ടയിലും ഒരു 190 മുകളിൽ മാർക്ക് കിട്ടുന്ന ഡോക്ടേഴ്സിന് OBC SC കാറ്റഗറിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. മാർക്ക് ഏകദേശം 110 മാർക്ക്, അതായത് 50% മാർക്ക് സ്കോർ കിട്ടുന്നവരെല്ലാം ക്വാളിഫൈഡ് ആയിട്ട് എടുക്കുകയും അവർക്ക് മറ്റ് പ്രൈവറ്റ് കോളേജുകളിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ പഠിക്കാനുള്ള സൗകര്യം, കേരളത്തിലല്ല കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അത് 110 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിയിൽ, 96 മാർക്കായിരുന്നു SC OBC കാറ്റഗറിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ AIPGTയുടെ കണക്കുകൾ. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ അതിൻ്റെ സിലബസ്, അതായത് അതിൻ്റെ മാർക്കിൻ്റെ ഡിവിഷൻ, വന്ന ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കിൻ്റെ ഡിവിഷൻ ഞാനൊന്ന് അനലൈസ് ചെയ്തു. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി അനൗൺസ് ചെയ്യുന്നത് BHMS സിലബസിലുള്ള 120 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ഈ 120 ക്വസ്റ്റ്യൻ ഈ BHMS സിലബസിൻ്റെ 120 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2024-ൽ 2024-25 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് അനലൈസ് ചെയ്തതെന്ന് മനസ്സിലായത്, 2 വർഷവും ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്ക് 60 മാർക്കും നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്ക് 60 മാർക്കുമാണ്. ചെറിയ മാർക്കുകളുടെ വ്യത്യാസം ക്വസ്റ്റ്യനുകളിൽ വന്നിട്ടുണ്ട്. മെട്രിയാമെഡിക്കയിൽ 2024-ൽ മെട്രിയാമെഡിക്ക 16, ഓർഗനോൺ 16, റെപ്പർട്ടറി 16, 3 വിഷയങ്ങളും 16 വീതം 48-ഉം, ഫാർമസിക്ക് 12 മാർക്കുമായിട്ട് 60 മാർക്കും. പ്രാക്ടീസ് മെഡിസിൻ നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റിൽ പ്രാക്ടീസ് മെഡിസിൻ 16, സർജറി 8, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 8, കമ്മ്യൂണിറ്റി മെഡിസിൻ 9, അനാറ്റമി 5, ഫിസിയോളജി 5, പതോളജി 5, ഫോറൻസിക് മെഡിസിൻ 4. അങ്ങനെ 60 മാർക്കും ആയിരുന്നു 2024-ലെങ്കിൽ 2025 എത്തിയപ്പോൾ അവിടെയും ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്ക് 60, നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്ക് 60 മാർക്കാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചെറിയ മാർക്കിൻ്റെ വേരിയേഷൻ ക്വസ്റ്റ്യൻസിൽ കണ്ടു. കാര്യം ഇത് കൃത്യമായിട്ട് AIPGT അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി അങ്ങനെ പറയാറേ ഇല്ല. മെട്രിയാമെഡിക്ക് 17 മാർക്ക് ചോദിക്കുമെന്നോ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇല്ല. അവർ പറയുന്നത് ഹോമിയോപ്പതി സിലബസിൽ നിന്നുള്ള 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് മാത്രമേ പറയാറുള്ളൂ. 2025-ലെ ചോദ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മെട്രിയാമെഡിക്ക് 17 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓർഗനോൺ 15 മാർക്ക്, റെപ്പർട്ടറി 17 മാർക്ക്, ഫാർമസി 11. എന്തായാലും അത് ടോട്ടൽ ആവുമ്പോൾ 60 മാർക്കാണ്. നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ പ്രാക്ടീസ് മെഡിസിൻ വീണ്ടും 16, കമ്മ്യൂണിറ്റി മെഡിസിൻ 10, സർജറി 8, ഗൈനക്കോളജി 9, അനാറ്റമി 6, ഫിസിയോളജി 4, ഫോറൻസിക് മെഡിസിൻ 4, പതോളജി 3. ആ രീതിയിലാണ് 2025-ലെ AIPGT ഹോമിയോപ്പതിയുടെ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് ഡിവിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം ഇതേ രീതിയിൽ ഒരു ഓർഗനോൺ മെട്രിയാമെഡിക്ക റെപ്പർട്ടറി ഒരു 15-16 മാർക്കും, ഫാർമസിക്ക് ഒരു 14 മാർക്കും, 12-14 മാർക്ക്, ആ ഒരു റേഞ്ചിൽ ഒരു 60 മാർക്ക് ഹോമിയോപ്പതി സബ്ജക്റ്റുകളും, നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റുകളിൽ പ്രാക്ടീസ് മെഡിസിന് 16-17 മാർക്കും, കമ്മ്യൂണിറ്റി മെഡിസിൻ ഒരു 10 മാർക്കും, ബാക്കി സർജറി ഗൈനക്കോളജി ഒക്കെ 6, 7, 8 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കേരളത്തിലെ ഹോമിയോ PSC പരീക്ഷയേക്കാൾ കുറച്ചുകൂടെ ടഫായിട്ട്, കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ്റെ രീതികളിൽ കുറച്ച് വെറും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ പോകാതെ അസർട്ടേഷൻ, റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെ സബ്ജക്റ്റിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ക്വസ്റ്റ്യൻസുമാണ് പൊതുവെ AIPGTക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ വരും മാസങ്ങളിൽ, അടുത്ത മാസം അവസാനമോ അല്ലെങ്കിൽ മെയ് ആദ്യമോ തന്നെ നമുക്ക് ഈ വർഷത്തെ AIPGT പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഹോമിയോപ്പതി BHMS കഴിയുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അപ്പിയർ ചെയ്യുന്ന ഒരു ഹയർ സ്റ്റഡീസിനുള്ള കോഴ്സാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് AIPGT. അപ്പം നമ്മൾ അത് വിട്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതലൊരു ഡിസ്കഷനിലേക്ക് പോകാതെ മറ്റ് ചില കോഴ്സുകളെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ്, MPH. MPH കേരളത്തിൽ ഏകദേശം 10ഓളം സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ ഫീസ് റേഞ്ചിന്റെ വ്യത്യാസത്തിൽ ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങൾ, ഈ വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ BHMS അല്ലെങ്കിൽ ലൈഫ് സയൻസിലുള്ള എല്ലാ ഗ്രാജുവേഷനും
MPH യോഗ്യതയായിട്ട് മെഡിക്കൽ ഗ്രാജുവേഷൻസ് എല്ലാം, അതായത് BDS ആയാലും BSc നഴ്സിംഗ് ആയാലും BHMS ആയാലും അപ്രൂവ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഉള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ഒരുപക്ഷെ MPH ഇന്ത്യയിൽ തന്നെ ആദ്യമായി തുടങ്ങിയ സ്ഥാപനം 1996 MPH എന്ന് പറയുന്ന പ്രോഗ്രാം ശ്രീചിത്ര തുടങ്ങുന്നത്. അന്ന് BHMSകാർക്ക് സീറ്റ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളോടൊപ്പം നമ്മളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ, നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്ന ഡോക്ടേഴ്സ് കഴിഞ്ഞ ബാച്ചുകളിൽ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. 2024 തോന്നുന്നു 40 പേരാണ് അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഓക്കുപ്പൻസി. ആ 40-ൽ 38 പേരും മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്, അതായത് MBBSകാരായിരുന്നു. ബാക്കി 2 പേര് ഹോമിയോ ഡോക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഏറ്റവും പഴയ, ഏറ്റവും വാലിഡിറ്റി കൂടിയ ശ്രീചിത്ര മെഡിക്കൽ സയൻസസിന്റെ MPHന് വളരെ 60 ക്രെഡിറ്റ് പോയിന്റോ ക്രെഡിറ്റ് സിസ്റ്റമോ ഒക്കെയാണ്, സെമസ്റ്ററും ക്രെഡിറ്റും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. കുറച്ച് പ്രോഗ്രാംസ് ഇത് ചെയ്യാണ് അവരുടെ സിലബസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് കൂടാതെ ശ്രീചിത്രയുടെ കാര്യം കേരളത്തിലായതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ത്യയിലെ പ്രമുഖരായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ MPH ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് കൽക്കട്ട, ജിപ്മർ പോണ്ടിച്ചേരി. ജിപ്മർ നമുക്കറിയാം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ സ്ഥാപനമാണ്. 2014 മുതൽ ജിപ്മറിൽ MPH ഉണ്ട്. അവിടെ ഹോമിയോ ഡോക്ടേഴ്സിന് BHMS ഗ്രാജുവേറ്റ്സിന് അഡ്മിഷൻ കിട്ടുന്നതാണ്. ചണ്ഡീഗറിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന സ്ഥാപനത്തിൽ MPH ഉണ്ട്, നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. പക്ഷെ ഇവരെല്ലാം ഈ പറഞ്ഞ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ പറഞ്ഞ ജിപ്മറും ഇവരെല്ലാം സെപ്പറേറ്റ് എൻട്രൻസ് നടത്തി അവരുടെ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുകയാണ്. ചിലയിടത്ത് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, ചിലയിടത്ത് എൻട്രൻസ് ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂ ഉണ്ട്. ഈ പറഞ്ഞ ചണ്ഡീഗർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ചിൽ എൻട്രൻസ് ടെസ്റ്റും ഇന്റർവ്യൂവും കഴിഞ്ഞിട്ടാണ് അവിടുത്തെ അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി ചെന്നൈ, നമുക്ക് അടുത്ത ഒരു സംസ്ഥാനമാണ്. ചെന്നൈയിലാകുമ്പോൾ നമുക്ക് കുറച്ച് അടുത്താണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി ചെന്നൈയിലും BHMS ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ആയുഷ് വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സിനെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. MPH അവിടെയുമുണ്ട്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഗാന്ധിനഗർ ഗുജറാത്ത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഹൈദരാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഭുവനേശ്വർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇതൊന്നും മെഡിക്കൽ കോളേജുകളല്ല, പബ്ലിക് ഹെൽത്ത് അതുപോലുള്ള സംവിധാനങ്ങൾ പഠിപ്പിക്കുന്ന റിസർച്ച് സെന്ററുകളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഗാന്ധിനഗർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഹൈദരാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഭുവനേശ്വർ ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ന്യൂഡൽഹി. ഈ 4 സ്ഥാപനങ്ങളിലും MPH ഉണ്ട്. MPHൽ ഹോമിയോ ഡോക്ടേഴ്സിന് അഡ്മിഷൻ ഉണ്ട്. ഇനി കുറച്ച് പ്രശസ്തമായ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഞാനൊന്ന് പറയാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈ, അവിടെയും ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന 2 ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈ. ദെൻ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, നമ്മുടെ മണിപ്പാൽ കോളേജ്. IIHMR യൂണിവേഴ്സിറ്റി ജയ്പൂർ, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയ CMC വെല്ലൂർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചെന്നൈ. ഇവിടെയൊക്കെ MPHന് സീറ്റുകളുണ്ട്. എല്ലായിടത്തും 20ഉം 40ഉം സീറ്റുകളൊക്കെ ഉള്ളൂ. എൻട്രൻസ് പരീക്ഷയുണ്ട്. ചിലയിടത്തൊക്കെ എൻട്രൻസ് പരീക്ഷയും പിന്നെ ഇന്റർവ്യൂവും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിലെ MPHന് വിദേശത്തൊക്കെ വളരെ നല്ല അംഗീകാരമാണ് ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകദേശം ഫീസ് 4 lakhs വരുമെന്നാണ് അവിടെ പഠിക്കുന്ന ഒരു കുട്ടി. അവിടെ ഹോമിയോ ഒരു ഡോക്ടർ പഠിക്കുന്നു, 1 അല്ല 2 പേര് പഠിക്കുന്നുണ്ട്. ശ്രീചിത്രയിൽ ഞാൻ പറഞ്ഞു 1996 മുതൽ അവിടെ MPH ഉണ്ട്. ഇനി ഇതുപോലെ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ കീഴിൽ എറണാകുളത്തുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിൽ അവിടെ MPH പഠിക്കുന്നുണ്ട്. MPHന് സീറ്റുണ്ട്. അവിടുന്ന് പഠിച്ച എൻ്റെ ഒരു അയൽവാസി ഡോക്ടർ പ്രണവ് എന്നാണ് പേര്, അമൃതയിൽ നിന്ന് MPH എടുത്തു. അവിടെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കേരളത്തിലെ നാമില് പ്രോജക്ട് കോർഡിനേറ്റർ ആയിട്ട് പത്തനംതിട്ട ജില്ലയ്ക്കുള്ള പോസ്റ്റിംഗ് കിട്ടി. ഇന്നലെയാണ് എന്നെ ആ പോസ്റ്റിംഗ് ഓർഡർ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വളരെ സന്തോഷം രേഖപ്പെടുത്തി. ഡോക്ടർ പ്രണവ് എന്നാണ് പേര്. പക്ഷെ അമൃതയിലും ഫീസ്
4.25 ലാക്സ് ആകും 4 സെമ്മിനൂടെ. അത്രയും ഫീസുണ്ട്. ഇനി വളരെ ഫീസ് കുറഞ്ഞ് MBH കേരളത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ക്യാമ്പസിൽ ഏതാണ്ട് 4 സെമസ്റ്ററിനൂടെ 34,000 രൂപയേ ഉള്ളൂ അവരുടെ ഫീസ്. ഇത് CUET-യുടെ പരീക്ഷ, അവരുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. അവിടെയും അവിടെ പഠിക്കുന്ന ഡോക്ടറാണ് എന്നോട് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ പറഞ്ഞു തന്നത്. അവിടെയും ഹോമിയോ ഡോക്ടറെ, ഡോക്ടേഴ്സ്. അതെ, ഒരു ആ സംശയം ചോദിച്ചോട്ടെ. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് മാത്രമേ ഉള്ളൂ? കേരള അല്ല, അല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടല്ലോ സെൻട്രൽ എല്ലായിടത്തും യൂണിവേഴ്സിറ്റി. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ കാസർഗോഡ് നമ്മുടെ ഒരു ഡോക്ടർ, ഒന്നല്ല 2 പേര് പഠിക്കുന്നുണ്ട്. ആ ഡോക്ടറാണ് പറഞ്ഞത് 34,000 രൂപയേ ഉള്ളൂ 4 സെമ്മിനൂടെ. അതായത് അത് ഒരു സെമ്മിന് ഏതാണ്ട് 8,000 രൂപയിൽ താഴെ. കാരണം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോഴ്സിനും വളരെ ഫീസ് കുറവാണ്. അതെ, ആയിരിക്കണം. ഓക്കെ, ആണ് അത് ആണ് മറ്റുള്ളിടത്തും ആണ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെനിക്കറിയാം. ഞാൻ പറഞ്ഞത് കേരളത്തിലായതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. ആ, ആ, കേരളത്തിൽ തന്നെ, അതായത് കാസർഗോഡ് ക്യാമ്പസിൽ തന്നെ. ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ ആ ക്യാമ്പസിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ഉള്ള ഒരാൾ കൊല്ലത്തുള്ള ഒരാളുമാണ്. അദ്ദേഹത്തിനായിട്ട് പരിചയത്തിൽ ഞാൻ ആ ക്യാമ്പസിൽ ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ മറ്റ് സ്റ്റേറ്റുകളിലും കൂടെ ഒന്ന് അന്വേഷിക്കണേ, അവിടെയെല്ലാം ഈ മറ്റ് MBH സ്റ്റേറ്റുകളിലും ഉണ്ടോ? ഫീസ് ഇതുപോലെ ഉണ്ടാകും. എന്തായാലും അല്ല, അവിടുത്തെ MBH അഡ്മിഷൻ ഉണ്ടോ എന്നുള്ളത്. അല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. ഈ CUET-യിൽ അഡ്മിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കാം. ആ, അപ്പോൾ എന്തായാലും കാസർഗോഡ് ഹോമിയോ ഡോക്ടേഴ്സ് പഠിക്കുന്നുണ്ട്. ഇനി അതുപോലെ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റല് ഉഹാസിന്റെ അപ്രൂവലോടുകൂടി ഉഹാസിന്റെ കീഴിൽ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യുകയും അവിടെ MBH സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും എന്ന് പറഞ്ഞാൽ കുഹാസിന്റെ സിലബസ് അനുസരിച്ച് MBH പഠിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ആയുഷ് സിസ്റ്റത്തിലുള്ള ഡോക്ടർമാർക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഈ പറഞ്ഞ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്, അത് അനന്തപുരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത്. അവിടെയും അത്ര വലിയൊരു ഫീസ് ഇല്ല. ഈ 4 ലക്ഷം അമൃതയിൽ പറയുമ്പോൾ ഇവിടെ 74,000 രൂപയേ ഉള്ളൂ മൊത്തത്തിലുള്ള ഫീസ്. 74,000 രൂപയാണ് അവരുടെ ഫീസ് സ്ട്രക്ചർ. ചെറിയ വ്യത്യാസം വരും ഓരോ സെമ്മും, അല്ലെങ്കിൽ പുതിയ വർഷം അനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പ്രോസ്പെക്ടസിൽ കുറച്ചുകൂടെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് ഈ പറഞ്ഞതുപോലെ വളരെ 34,000 രൂപയേ ഉള്ളൂ മൊത്തത്തിൽ. ശ്രീചിത്രയിൽ 1.5 to 2.5 ആകും അവിടുത്തെ ചിലവ്. അമൃതയിൽ 4 lakhs മുകളിലാകും. ഈ പറഞ്ഞ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ 74,000 ഉള്ളൂ, അതായത് അനന്തപുരി ഹോസ്പിറ്റൽ. അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലയിടത്തും നമ്മൾ പറഞ്ഞ പല സ്ഥാപനങ്ങളിലും 50,000 തൊട്ട് 4 lakhs വരെയുള്ള ഫീസ് സ്ട്രക്ചറുള്ള കോളേജുകളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ഈ ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ എപ്പിഡമോളജി, എൻവയോൺമെന്റൽ ഹെൽത്ത്, ഹെൽത്ത് പോളിസീസ് ആൻഡ് മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, അതായത് ആയുഷ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ അവർക്ക് പഠിക്കാനുണ്ടെന്നാണ് അവരുടെ സിലബസ് മനസ്സിലാക്കുമ്പോൾ. ഈ പ്രോസ്പെക്ടസ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലായിടത്തെയും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തും ധാരാളം തൊഴിലവസരങ്ങൾ ഉള്ള ഒരു കോഴ്സാണ് മാസ്റ്റർ പബ്ലിക് ഹെൽത്ത്. ഒരുപക്ഷെ നാമില് ഒരു വർഷം മുമ്പ് ജില്ലകളിലേക്കുള്ള പ്രോജക്റ്റ് കോർഡിനേറ്റേഴ്സ് ആയിട്ട് വിളിച്ച് മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് BHMSഉം മാസ്റ്റർ പബ്ലിക് ഹെൽത്തും ഉള്ളവരെ നോട്ടിഫൈ ചെയ്തിട്ട് 1 or 2 പേരെയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അവർ പിന്നീട് ആ നോട്ടിഫിക്കേഷൻ റീനോട്ടിഫൈ ചെയ്തു. MBH ഇല്ലാത്തവർ, MBH ആവശ്യത്തിന് ഇല്ലെങ്കിൽ MD ഹോമിയോക്കാരെ എടുക്കാം എന്ന് പറഞ്ഞ് ആ പോസ്റ്റുകളിലേക്ക് MD ഹോമിയോക്കാരെയാണ് കൂടുതലായിട്ട് എടുത്തത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മളുടെ വൈറ്റ് മെമ്മോറിയലിലൊക്കെ പഠിപ്പിച്ചിരുന്ന ഡോക്ടർ രാജേശ്വരി, ഡോക്ടർ ശാന്തിപ്രിയ, ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയാണ് പ്രോജക്ട് കോർഡിനേറ്റേഴ്സ് ആയിട്ട് കയറിയത്. ആദ്യം അതിന് ഫിക്സ് ചെയ്തിരുന്ന ക്വാളിഫിക്കേഷൻ MBH ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സ്ഥിതി മാറി. ഇപ്പോൾ ഏകദേശം MBHകാർ ഒരു BHMS പ്ലസ് MBH ഉള്ള 60ഓളം പേര് കേരളത്തിലുണ്ടെന്നാണ് കാര്യം. ഈ അടുത്ത കാലത്ത് ലാസ്റ്റിൽ വീണ്ടും ഒരു പ്രോജക്ട് കോർഡിനേറ്റേഴ്സിന്റെ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ, ഇന്റർവ്യൂ റിട്ടേണും ഉണ്ടായിരുന്നു തോന്നുന്നു, വിളിച്ചപ്പോൾ ഏതാണ്ട് 60 പേര് പല ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അക്കൂട്ടത്തിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഡോക്ടർ പ്രണവ് പത്തനംതിട്ട ജില്ലയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മളുടെ
ഇത് 2 വർഷത്തെ പ്രോഗ്രാമാണ്. എല്ലാ കോളേജുകളിലും 2 വർഷത്തെ കോഴ്സുകളാണ്. BHMS കഴിഞ്ഞിട്ട് തൊഴിലവസരമുള്ള ഈ NHM നാമിൽ മാത്രമല്ല NHM-ലും ഈ പറഞ്ഞതുപോലെ എപ്പിഡമോളജിസ്റ്റ് ആയിട്ടും പബ്ലിക് ഹെൽത്ത് മാനേജേഴ്സ് ആയിട്ടും പ്രോഗ്രാം മാനേജേഴ്സ് ആയിട്ടും ഹെൽത്ത് പ്രോഗ്രാം മാനേജർ NHM നാമിലും ഒക്കെ റെക്കോർഡ്സ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ കുറേ പോസ്റ്റുകളിലേക്ക്, അത് ഒരു പക്ഷേ ഇതെല്ലാം ഗവൺമെന്റ് PSC പോസ്റ്റുകളാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രോജക്റ്റുകളുടെ മാനേജേഴ്സായിട്ടും പ്രോജക്റ്റുകളുടെ കോർഡിനേറ്റേഴ്സായിട്ടും ഒക്കെ MPHകാർക്ക് തൊഴിലവസരമുണ്ട്. ശ്രീചിത്ര അല്ലെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് വിദേശത്തും വലിയ ഡിമാൻഡാണ് ഉള്ളത്. എന്തായാലും BHMS കഴിഞ്ഞിട്ട് 2 വർഷം കൊണ്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നുള്ള നിലയിൽ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MPH. ഈ ഇത് കൂട്ടത്തിൽ ഒരു കാര്യങ്ങൾ പറയാനുള്ളത്, ഈ നമ്മുടെ ശ്രീചിത്രയിൽ ഡിപ്ലോമ ഇൻ, ഞാനത് എവിടെയോ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്ത് DPH എന്ന് പറഞ്ഞൊരു കോഴ്സും ഈ MPH കഴിഞ്ഞവർക്കുള്ള PhD പ്രോഗ്രാമും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2021 മുതൽ DPH ഡിപ്ലോമ പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ PhD പ്രോഗ്രാം, ഈ പബ്ലിക് ഹെൽത്തിലേക്ക് PhD പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MPHനെ കുറിച്ച് അതും കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇനിയും കൂടുതൽ പോകുന്നില്ല. മറ്റൊരു മേഖലയാണ് MSc മെഡിക്കൽ അനാറ്റമി. ഒരുപക്ഷെ കേരളത്തിൽ അധികം കോളേജുകൾ ഈ മേഖലയിൽ ഇല്ലാത്തത് കൊണ്ടാകാം ഹോമിയോപ്പതി ഡോക്ടർമാരാരും കാര്യമായിട്ട് ആ മേഖലയിലേക്ക് പോകാത്തത്. പക്ഷെ കേരളത്തിൽ ഈ കോഴ്സ് ഇപ്പോഴുണ്ട്, ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേരിൽ കോട്ടയത്ത് ഗാന്ധിനഗറിൽ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. അത് സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി P. ബിന്ദു അധ്യക്ഷയായിട്ടുള്ള CPAS എന്ന് പറയുന്ന സംഘടനയുടെ, CPAS എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ്റെ, CPASന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെന്റർ ഫോർ പ്രൊഫഷണൽ അഡ്വാൻസ് സ്റ്റഡീസ് എന്നാണ്. അവരുടെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള വിഭാഗം ധാരാളം നഴ്സിംഗ് കോളേജുകളും പാരാമെഡിക്കൽ കോഴ്സുകളും ഒക്കെ നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവർ നടത്തുന്ന ഒരു കോഴ്സാണ് MSc മെഡിക്കൽ അനാറ്റമി. ഇത് പക്ഷേ ഒരു 3 ഇയർ കോഴ്സാണ്. 3 വർഷം ഡ്യൂറേഷനുണ്ട്. ഹോമിയോപ്പതി ഡോക്ടർമാർക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ കേരളത്തിൽ മറ്റു കോളേജുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള, മറ്റു കോളേജുകളിൽ MSc അനാറ്റമി ഉണ്ട്, അത് മെഡിക്കൽ കോളേജുകളിലാണ്. അവിടെ ഹോമിയോ ഡോക്ടേഴ്സിന് പ്രവേശനം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ പുറത്തുള്ള, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ CMC വെല്ലൂർ, അവിടെ MSc അനാറ്റമി ഉണ്ട്. ഏതെങ്കിലും ഒരു മെഡിക്കൽ ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഈവൻ BSc നഴ്സിംഗുകാരെ പോലും അവർ പരിഗണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞ മണിപ്പാൽ അക്കാഡമി ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, അതുപോലെ ശ്രീ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ മെഡിക്കൽ കോളേജാണ്, മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. അവിടെ MSc അനാറ്റമിയിൽ ഹോമിയോ ഡോക്ടേഴ്സിന് അഡ്മിഷനുണ്ട്. അപ്പോൾ MSc അനാറ്റമി എടുത്താൽ നിങ്ങൾ ഇന്നിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ NTET നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിനകത്ത് താഴേക്ക് വന്നാൽ BHMS അല്ല MD ഹോമിയോയും MD ആയുർവേദവും ഒക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് MSc അനാറ്റമി ഉണ്ട്. അതായത് കേരളത്തിൽ നഴ്സിംഗ് കോളേജുകളിൽ, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ, അതായത് മെഡിക്കൽ കോളേജിലുള്ള നഴ്സിംഗ് കോളേജുകളിൽ ഉൾപ്പെടെ അനാറ്റമി പഠിപ്പിക്കുവാൻ MSc അനാറ്റമി യോഗ്യതയുള്ളവർക്ക് കഴിയും. അപ്പോൾ ഇതൊരു വലിയ മേഖലയാണ്. കാര്യം 260 നഴ്സിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. 200ഓളം പ്രൈവറ്റ് കോളേജുകളും 60ഓളം, 60 എന്ന് പറയുമ്പോൾ അതെല്ലാം ഡയറക്റ്റ് നഴ്സിംഗ്, ഡയറക്റ്റ് ഗവൺമെന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ CPASും കേപ്പും CMETും അതുപോലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള സംഘടനകൾ നടത്തുന്ന ഗവൺമെന്റ് കോളേജുകൾ. അവിടെ
സ്ഥിര നിയമനം ലഭിക്കുന്നതിന്, അനാറ്റമി പഠിപ്പിക്കുന്നതിന് സ്ഥിര നിയമനം ലഭിക്കുന്നതിന് MSc അനാറ്റമിയും ഈ പറഞ്ഞ നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റും പാസ്സായാൽ മതിയാകുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകളിൽ, അവിടേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നല്ല, MBBS കഴിഞ്ഞിട്ട് MSc അനാറ്റമിക്കാരെ ഇപ്പോൾ PSC വിളിച്ചിട്ടുണ്ട് അവിടെ അനാറ്റമി പഠിപ്പിക്കാൻ. അതിനെതിരെ MD ഉള്ള മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് സമരത്തിലോ ബഹളത്തിലോ ഒക്കെയാണ്. പക്ഷേ MSc അനാറ്റമി, MBBS പ്ലസ് MSc അനാറ്റമി ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കാൻ പറ്റും. നമുക്ക് പക്ഷേ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക്, അത് നഴ്സിംഗ് ആകാം, MLT ആകാം, BPharm ഒക്കെ, അതുപോലുള്ള എല്ലാ കോഴ്സുകൾക്കും പഠിപ്പിക്കാനായിട്ട് MSc അനാറ്റമി. പക്ഷെ 3 വർഷത്തെ കോഴ്സാണ്. ഈ പറഞ്ഞ ഗാന്ധിനഗറിൽ കഴിഞ്ഞ വർഷം ഡോക്ടേഴ്സിന് വേണ്ടി ഒഴിച്ചിട്ടിരുന്ന സീറ്റുകൾ ഫില്ലായില്ല എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ CPASന്റെ ഒരു നഴ്സിംഗ് കോളേജിലാണ് കൊട്ടാരക്കര പഠിപ്പിക്കുന്നത്. CPAS നടത്തുന്ന ഒരു നഴ്സിംഗ് കോളേജാണ് കൊട്ടാരക്കര ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് എന്നാണ് അത് പറയുന്നത്. അവിടെ ഞാൻ എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആകാൻ മെഡിക്കൽ ഗ്രാജുവേഷൻ മതി, BHMS ആയാലും മതി. പക്ഷേ അവരുടെ ഫുൾ ടൈം ഫാക്കൽറ്റി ആകുന്നതിന് MSc അനാറ്റമി വേണം. BHMSോ നഴ്സിംഗോ കഴിഞ്ഞിട്ട് MSc അനാറ്റമി ഉണ്ടെങ്കിൽ അവിടെ പഠിപ്പിക്കാം. അപ്പോൾ അതൊരു വലിയ മേഖലയാണ് നഴ്സിംഗ് കോളേജുകൾ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ തന്നെ 260 കോളേജുകളുണ്ട്, പുതിയ പുതിയ കോളേജുകൾ. കേരളത്തിൽ തന്നെയുള്ള കാര്യമാണ് പറയുന്നത്. ബാംഗ്ലൂരും മറ്റ് സംസ്ഥാനങ്ങളിലോട്ട്, കർണാടക, തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നഴ്സിംഗ് കോളേജുകൾ ധാരാളമായിട്ടുണ്ട്. അവിടെ ഈ തൊഴിലവസരം കിട്ടുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഒരു മേഖലയാണ് MSc മെഡിക്കൽ ഫിസിയോളജി. അപ്പോൾ MSc അനാറ്റമിക്ക് കേരളത്തിൽ കോളേജുകൾ കുറവാണ്, പക്ഷേ കേരളത്തിന് പുറത്ത് സാധാരണ ഒരുപാട് കോളേജുകളുണ്ട്. പക്ഷേ MSc മെഡിക്കൽ ഫിസിയോളജി കേരളത്തിൽ ധാരാളം കോളേജുകളുണ്ട്. എൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട കോളേജുകളൊക്കെ മുമ്പേ പറഞ്ഞ SRM യൂണിവേഴ്സിറ്റിയും മണിപ്പാലും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വിട്ടിട്ട് കേരളത്തിൽ മൊത്തത്തിൽ 20 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും 8 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും MSc ഫിസിയോളജി ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 8 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും BHMSകാരെ അവർ കയറ്റില്ല. ഈ 20 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ 12 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെയും പ്രോസ്പെക്ടസിൽ MSc ഫിസിയോളജി പഠിക്കാൻ ആയുഷ് സിസ്റ്റത്തിലുള്ള ഡോക്ടേഴ്സിന് അവസരമുണ്ട്. ഞാൻ ആ കോളേജുകൾ ഒന്ന് പറയാം. അതിലൊന്ന് മുമ്പേ പറഞ്ഞ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. 2 തൃശ്ശൂരിലുള്ള 2 കോളേജുകൾ, അമല മെഡിക്കൽ കോളേജും തൃശ്ശൂരിൽ തന്നെയുള്ള ജൂബിലി മെഡിക്കൽ കോളേജുമാണ്. പിന്നെ കൊല്ലം ജില്ലയിലുള്ള അസീസിയ മെഡിക്കൽ കോളേജ്, തിരുവല്ലയിലുള്ള 2 കോളേജുകൾ, ബിലീവേഴ്സ് ചർച്ചും പുഷ്പഗിരിയും, ഇവിടെ 2 പിന്നെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, അത് എവിടെയാണെന്ന് എനിക്കറിയില്ല, എറണാകുളം ആണെന്ന് തോന്നുന്നു. പിന്നെ CSI മെഡിക്കൽ കോളേജ്, അതായത് സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കാരക്കോണം, പുഷ്പഗിരി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെയെല്ലാം MSc മെഡിക്കൽ ഫിസിയോളജി അഡ്മിഷനുണ്ട്. മിക്കവാറും എല്ലായിടത്തും 20 സീറ്റ്, ഇല്ലെങ്കിൽ 30 സീറ്റ്, ചിലയിടത്ത് 40 സീറ്റ്, അത്രയേ ഉള്ളൂ. സീറ്റുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ ഈ പറഞ്ഞ 12 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ, ഇൻക്ലൂഡിങ് ഗോകുലം മെഡിക്കൽ കോളേജ് വിട്ടുപോയതാണ്, ഗോകുലത്തിൽ ഉൾപ്പെടെ 12 മെഡിക്കൽ കോളേജിൽ MSc ഫിസിയോളജി 3 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് BHMS ഡോക്ടർമാർക്ക് ജോയിൻ ചെയ്യാവുന്നതുണ്ട്. അവിടെയും ഞാൻ ഈ പറഞ്ഞ തൊഴിൽ സാധ്യത പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക്, നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് സ്ഥിരം നിയമനം, PSC പോസ്റ്റിംഗ് കിട്ടാനുള്ള യോഗ്യതയാണ് MSc ഫിസിയോളജി. ഇനി ഞാൻ ഓരോന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. MSc മൈക്രോബയോളജി ഉണ്ട്, MSc ബയോകെമിസ്ട്രി ഉണ്ട്. ഈ ഫിസിയോളജി ഉള്ള മിക്കവാറും എല്ലാ കോളേജുകളിലും, മെഡിക്കൽ കോളേജുകളിലെല്ലാം MSc മൈക്രോബയോളജി ഉണ്ട്, MSc ബയോകെമിസ്ട്രി ഉണ്ട്, MSc ജെനറ്റിക്സ് നമ്മളുടെ ഈ പറഞ്ഞ അമൃത മെഡിക്കൽ കോളേജിലുണ്ട്. അതുപോലെ തന്നെ MSc റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ്, 2 വർഷത്തെ കോഴ്സ് അമൃതയിലുണ്ട്. അവിടെയും അമൃതയിലുള്ള മിക്കവാറും എല്ലാ കോഴ്സുകൾക്കും ആയുഷ് സിസ്റ്റംസ്, MBBS കഴിഞ്ഞിട്ട് അവരൊരു / ഇട്ട് ആയുഷ് ഗ്രാജുവേഷൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ പിന്നീട് MSc ബയോകെമിസ്ട്രി, MSc ന്യൂട്രീഷൻ സയൻസ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത് കേരളത്തിൽ കോഴ്സുകൾ അധികം ഇല്ല, പക്ഷേ മംഗലാപുരത്തൊക്കെ ധാരാളം കോഴ്സുകളുണ്ട്. MSc സൈക്കോളജി ഉണ്ട്, MSc റിസർച്ച് മെത്തഡോളജി ഇവിടെ അമൃതയിലുണ്ട്. MSc ഹ്യൂമൻ ജീനോം എന്ന് പറഞ്ഞൊരു ടോപ്പിക്, ഒരു
കോഴ്സുണ്ട്, MSc ന്യൂറോ സയൻസ് ഉണ്ട്. ഇനി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കേരളത്തിൽ കോഴ്സില്ല MSc ഫോറൻസിക് സയൻസ്. കുറച്ച് രസമായിട്ട് ക്രിമിനോളജിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഫോറൻസിക് സയൻസിലുള്ള MSc. അവിടെ MSc ഫോറൻസിക് സയൻസ് പഠിക്കാൻ BSc ഫോറൻസിക് സയൻസ് ഉണ്ട്. BSc ഫോറൻസിക് സയൻസ് കഴിഞ്ഞവർക്കാണ് MSc ഫോറൻസിക് സയൻസിൽ കൂടുതൽ സീറ്റും. പക്ഷേ 20% സീറ്റുകൾ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനാണ്. MBBSO BHMSO BAMSO കഴിഞ്ഞ നഴ്സിംഗുകാർക്കൊന്നും അവിടെ അവസരമില്ല. അപ്പം ഈ രീതിയിൽ ധാരാളം തൊഴിലവസരങ്ങൾ കിട്ടുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ BHMS കഴിഞ്ഞിട്ട് പോകാൻ കഴിയും. ഇതെല്ലാം തൊഴിലവസരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുകയും ചെയ്യും. ഞാൻ ഈ കോഴ്സുകൾ ഓരോന്നും ഇനി അതിൻ്റെ കോളേജുകളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇനി നമ്മളുടെ കരിയർ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ നഴ്സിംഗ് കോളേജുകളും പാരാമെഡിക്കൽ കോളേജുകളും ഒക്കെ വിട്ടിട്ട് കഴിഞ്ഞ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞതാണ് നമ്മളുടെ ഇൻഷുറൻസ് മേഖലയിലുള്ള ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെയും നാഷണൽ ഇൻഷുറൻസിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്ന ദേശസാൽകൃത ഇൻഷുറൻസ് കമ്പനികൾക്കെല്ലാം തന്നെ ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്നൊരു പോസ്റ്റുണ്ട്. ഈ ഹെൽത്ത് ഓഫീസർ പോസ്റ്റിൽ ഇൻഷുറൻസ് പേയ്മെൻറ്റ്, അതിൻ്റെ ബില്ലുകൾ, അതിനകത്ത് അവരുടെ ബില്ലിൻ്റെ പിന്നെ എന്താ അത് ഡിവൈഡ് ചെയ്ത് വരുന്ന ഡീറ്റെയിൽസ് ഇതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു ജോലിയാണ് ഈ ഹെൽത്ത് ഓഫീസറുടേത്. ഹോമിയോപ്പതി മരുന്നുമായിട്ട് നമുക്ക് ബന്ധമില്ലെന്നേ ഉള്ളൂ, ഹെൽത്തുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. നമുക്ക് സംശയങ്ങളുള്ള കാര്യങ്ങൾ ആ ഡോക്ടറോട് വീണ്ടും ചോദിച്ച് കൺഫേം ചെയ്ത് കൊടുത്ത പേയ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതും. അപ്പം നമുക്കറിയാം ഈ ഇൻഷുറൻസ് മേഖലയിൽ ഈ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യുന്നത് TPA എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. തേർഡ് പാർട്ടി അസസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ പ്രൈവറ്റ് ഏജൻസികളാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡി അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. വിഡാൽ, ഇപ്പം നമ്മളുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ പറഞ്ഞ മെഡിസപ്പ് കൈകാര്യം ചെയ്യുന്നത് എറണാകുളം ബേസ് ചെയ്തുള്ള വിഡാൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതൊരു TPA ആണ്, തേർഡ് പാർട്ടി അസസ്മെന്റ്. അവരാണ് നമ്മളുടെ ക്ലെയിമുകൾ ആദ്യം നോക്കി സെറ്റിൽ ചെയ്യുന്നത്. അപ്പം അതിൽ എന്തെങ്കിലും ഇവർ സെറ്റിൽ ചെയ്യുന്ന കേസുകളുടെ ഒരു 10% ഓഡിറ്റ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ഈ ഹെൽത്ത് ഓഫീസേഴ്സിനുള്ളത്. അതായത് അവർ ചെയ്ത എല്ലാ കേസും എടുത്ത് നോക്കാൻ പറ്റില്ല. അവർ ചെയ്തതിൽ റാൻഡമായിട്ട് 10% കേസുകൾ സൂപ്പർവൈസ് ചെയ്ത്, ഇല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ TPAക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതും, ഈ TPAകളിൽ പോയി അവരുടെ മീറ്റിങ്ങുകൾ കൺവേ ചെയ്യുക, അതുപോലുള്ള ജോലികളാണ് ഹെൽത്ത് ഓഫീസർക്ക്. അതുപോലെ തന്നെ കേരളത്തിലെ ഇത്തരം TPAകളിൽ ധാരാളം ഹോമിയോ ഡോക്ടേഴ്സും ആയുർവേദ ഡോക്ടേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട് ഈ തേർഡ് പാർട്ടി അസസ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ. അതായത് നമ്മളുടെ മെഡിക്കൽ ബില്ലുകൾ, നമ്മുടെ ഇൻഷുറൻസ് ബില്ലുകൾ, ഹെൽത്ത് ഇൻഷുറൻസ് ബില്ലുകൾ സെറ്റിൽ ചെയ്യുന്നത് ശരിക്കും ഈ TPAകളാണ്. അവരുടെ അടുക്കലേക്കാണ് ഈ ബില്ല് ചെല്ലുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഇപ്പോൾ ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് അവരോട് ഏത് TPA ആണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. മെഡി അസിസ്റ്റ് ആണോ, അല്ലെങ്കിൽ HITPA ആണോ, ഹെൽത്ത് ഇൻഷുറൻസ് TPA എന്ന് പറയുന്ന ഒരു TPA ഉണ്ട്, അവരാണോ, വിഡാലാണോ, ഇങ്ങനെ ചോദിച്ചിട്ട് അവരിലേക്കാണ് ഇത് അയക്കുന്നത്. അവരാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹോമിയോ ഡോക്ടേഴ്സിനും ആയുർവേദ ഡോക്ടേഴ്സിനും അലോപ്പതി ഡോക്ടേഴ്സിനും മെഡി അസിസ്റ്റ്, എറണാകുളം മെഡി അസിസ്റ്റിൻ്റെ ബ്രാഞ്ചിൽ എനിക്ക് തോന്നുന്ന 4-5 ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്, 2-3 MBBS ഡോക്ടേഴ്സും അങ്ങനെ. അപ്പോൾ അതും ഒരു ഹോമിയോപ്പതി മേഖലയ്ക്കുള്ള ഒരു തൊഴിലവസരമാണ്. ഇതുപോലെ നമ്മൾക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്തുവാൻ ധാരാളം സാധ്യതകളുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുവാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. കാര്യം ഒരു 15 മിനിറ്റ് സമയം നമ്മൾ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വിട്ടുവിട്ടാണ് പോയത്, എങ്കിലും എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പറയാം. അതിനായിട്ടുള്ളൊരു സമയമായിട്ട് തൽക്കാലം ഇത് വിടുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഈ ന്യൂ ജനറേഷൻ ഡോക്ടേഴ്സിന്, പുതുതായി പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിന് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ക്ലാസ്സുകൾ ഇനിയും മുമ്പേ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്നുള്ള രീതിയിലും, അതുപോലെ അതാത് സമയങ്ങളിൽ അവർക്ക് വേണ്ടി വരുന്ന ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലുമുള്ള സെഷൻസ് വരുന്നുണ്ട്. ആ സമയത്ത് ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ പറയാൻ പറ്റുമെന്ന് കരുതുന്നു. ഇന്ന്
നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു മെമ്പേഴ്സ് ഒന്നും ഇല്ല, 50-നടുത്തുള്ള മെമ്പേഴ്സിനെ കാണുന്നുള്ളൂ. ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതിനുള്ള ഒരു സമയമായിട്ട് അവസാനത്തെ ഒരു 15 മിനിറ്റ് സമയം ഞാൻ മാറ്റിവെക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. ഡോക്ടർ മ്യൂട്ടാണേ, ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. എന്തായാലും അശോക് കുമാർ ഡോക്ടർ ക്ലാസ് വളരെ നന്നായിരുന്നു. ഒരു കണ്ണ് തുറപ്പിക്കുന്ന ക്ലാസ് തന്നെയായിരുന്നു. കാരണം ഹോമിയോപ്പതി കഴിഞ്ഞിട്ട് എല്ലാവരും ഡെസ്പായിട്ടിരിക്കുന്നതായിട്ടാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ BHMSന് ചേരുന്ന കുട്ടികളുടെ എണ്ണം തന്നെ കുറയും. അവരുടെ ഭാവി എന്താവും എന്നൊക്കെ ഉള്ള ആകാംക്ഷയും ആശങ്കയിലും ഒക്കെയാണ് കുട്ടികൾ. അപ്പൊ ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന ക്ലാസ്സാണ് അവർക്ക്. കാരണം ഈ MPH എന്ന് പറയുന്ന ഒരു കോഴ്സിന് തന്നെ എത്ര സാധ്യതകളാണുള്ളത്. അതുപോലെ തന്നെ മറ്റ് ഇൻഷുറൻസ് മേഖലയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റികളും, പിന്നെ 2 കോഴ്സുകളുടെ കാര്യം, അത് MPH ഉൾപ്പെടെ. പിന്നെ ഒരു കോഴ്സ് ഏതായിരുന്നു ഡോക്ടറെ, ഒന്നുകൂടെ പറഞ്ഞല്ലോ? MSc അനാറ്റമിയും MSc ഫിസിയോളജിയാണ്. അതുപോലെ ഈ MPH പോലെ വേറെ കുറെ കോഴ്സുകളുണ്ട്. MHA എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, MHA ഉണ്ട്, MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. MSc ഒത്തിരി ഉണ്ടല്ലോ, MSc അനാട്ടമി ഫിസിയോളജി എന്ന് പറയുന്നത് ഒത്തിരി. അപ്പൊ ഇതെല്ലാം എല്ലാ മേഖലയിലും നമുക്ക് ഹോമിയോപ്പതിക്കാർക്ക് സാധ്യതയുള്ള കോഴ്സുകളാണ്. അത് കോഴ്സ് കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ കോളേജുകളിലുള്ള ടീച്ചേഴ്സിന്റെ വേക്കൻസികൾ, പിന്നെ ഗവൺമെന്റ് സർവീസിലുള്ള വേക്കൻസികൾ, എന്തായാലും ഹോമിയോപ്പതി ഡോക്ടർമാർ നിരാശപ്പെടേണ്ടതാണ്. നമുക്ക് അശോക് കുമാർ ഡോക്ടറെ ക്ലാസ് ഇന്ന് കേട്ടിടത്തോളം എനിക്കും മനസ്സിലായത് ഇത്രയും സാധ്യതകളുണ്ടെന്ന് ഞാനും അറിഞ്ഞിരുന്നില്ല. എന്തായാലും വളരെ നല്ല ഒരു അറിവാണ് ഡോക്ടർ ഇന്ന് പങ്കുവച്ചത്. വളരെ സന്തോഷം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മനോജ് ഡോക്ടറിലേക്ക് പോകാം. ഈ MSc അല്ല ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 8000 രൂപ ഫീസ് ഉള്ളതെന്ന് പറഞ്ഞതേ ഡോക്ടറെ. എനിക്ക് തോന്നുന്നത് അവിടെ വാർഷിക വരുമാനം 6 ലക്ഷം അങ്ങനെ എന്തോ ഒരു മാനദണ്ഡമുണ്ട്. അതിന് താഴെയുള്ളവർക്കാണ് ഈ 8000. ചിലപ്പോ അതിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് നല്ല ഫീസ് അടയ്ക്കേണ്ടി വരും. ഈ 4 ലക്ഷമൊക്കെ ചിലപ്പോ എത്തും. അങ്ങനെ അതൊരു സംശയം ഉണ്ട് എനിക്ക്. ബാക്കി ഇല്ല, എന്തായാലും 4 ലക്ഷം ഒന്നും അവിടെ വരില്ല. ഫീസ് ഈ പറഞ്ഞതുപോലെ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ 4 ലക്ഷത്തിന്റെ ഒന്നും വരില്ലെന്നാണ് എനിക്ക് കിട്ടിയൊരു ഈ വിവരം. വാർഷിക വരുമാനം അനുസരിച്ച് നല്ലൊരു വ്യത്യാസം വരും. അതെ, ഉണ്ടാകാം ഒരു പക്ഷെ. എന്നോട് പറഞ്ഞ ഡോക്ടർ വളരെ ഫീസ് കുറവാണ്. കുറവാണ്. അതപ്പോ ആ കുട്ടി ചിലപ്പോ അതൊന്ന് അന്വേഷിക്കണേ. വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ താഴെയാണോ? അപ്പൊ അതേ ഉള്ളൊരു സംശയം. ബാക്കി വളരെ നല്ല ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് വളരെ നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമുക്ക് അതാണ് ഇന്ന് എനിക്ക് മനസ്സിലായത്. മനോജ് ഡോക്ടറിലേക്ക് പോകാം. ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ. നല്ലൊരു വിവരണമായിരുന്നു. കാരണം ഇത്രയധികം ഇൻഫർമേഷൻസ് എനിക്കൊന്ന് ഹോമിയോപ്പതിയിൽ അറിയാവുന്ന വേറൊരാൾ കാണുമെന്ന് തോന്നുന്നില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം 110 പേരുണ്ടായിരുന്നു, ഇന്നിപ്പോൾ 50 പേര്. അപ്പം അതിനർത്ഥം എന്താണ്? ഇത്രയൊക്കെ താല്പര്യം നമ്മൾ ആൾക്കാർ കൊള്ളൂ എന്നുള്ളത് തന്നെയാണ്. അത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഈ ഉരുട്ടി വെച്ചു കൊടുത്താലും വിഴുങ്ങൂലെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അവസ്ഥ. സത്യം വളരെ ദയനീയമാണ്. മാറ്റേണ്ടേ ഉള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞില്ല, PGയുടെ കാര്യം 91-ൽ കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങുന്നത്. ട്രിവാൻഡ്രത്ത് 95-ലാണ്. ആദ്യം 2 വിഷയത്തിലായിരുന്നു, മെറ്റീരിയൽ മെഡിക്കലും ഓർഗനോളജിലും. അത് PG തുടങ്ങി. പിന്നെയാണത് അന്ന് 3 സീറ്റായിരുന്നു, പിന്നെയാണ് ഇപ്പോൾ 8 സീറ്റുകാരായത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഹോമിയോപ്പതിക്കാർക്ക് മാത്രം അനുവാദം ഇല്ല എന്നുള്ളത് അത് വിചിത്രമാണ്. കാരണം മുമ്പ് ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ഹൈക്കോടതി കേസുകൊണ്ട് പോകേണ്ടുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ പ്രിൻസിപ്പാൾ ചെയ്ത പണിയാണ്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസ് എഴുതണമെങ്കിൽ ഈ ഹൗസ് സർജൻസി ചെയ്യുന്നവർക്ക് എഴുതാമെന്ന് പറഞ്ഞ് അലോപ്പതിയിൽ ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ആയുർവേദത്തിൽ ഇത് പ്രോസ്പെക്ടസ് അടിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ കൺട്രോൾ ഓഫീസർ 2ാമത് പേപ്പറിൽ ടൈപ്പ് ചെയ്ത് അടിച്ച് ഒട്ടിച്ചേർത്തു പ്രോസ്പെക്ടസിൽ. അത് ഹൗസ് സർജൻസി ചെയ്യുന്നവർക്കും ചെയ്യാം. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പാള് നമുക്കിട്ട് വേല വെച്ച്, അതായത് ഹൗസ് സർജൻസി എന്ന് പറയുന്ന ഇന്റഗ്രൽ കോഴ്സിന്റെ പാർട്ടാണ്, മറിച്ചാണ്. ഹെൽത്ത് സെക്രട്ടറി അടുത്ത് കാണിച്ചു, അത് നിങ്ങളുടെ പ്രിൻസിപ്പൾ ആണല്ലോ, പിന്നെ എന്ത് ചെയ്യട്ടെന്ന്. അപ്പൊ ഇവിടെയും സംഭവിച്ചതാണ്. അതുപോലെ ഇപ്പൊ DM-ന്റെ സിലബസ് ഇറങ്ങിയിട്ടുണ്ട്, ഡ്രാഫ്റ്റ് ഡോക്ടർ കണ്ടു കാണും. അലോപ്പതിയിലൊക്കെ ഒരു പരീക്ഷ 4 പേപ്പറേ ഉള്ളൂ. ഇത് ഓരോ വർഷവും പരീക്ഷ.
ഈ ലോകത്തെങ്ങും ഇല്ലാത്ത ഊളത്തരങ്ങൾ മൊത്തം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ സിലബസിലാണെങ്കിൽ ഏതോ ഡിഗ്രിയുടെ സിലബസ് അടിച്ചു മാറ്റി ഉണ്ടാക്കി വരണമായിരുന്നു. അതായത് മെയിൻ, സബ്, സപ്ലിമെന്റ്, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷ. അലോപ്പതിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പരീക്ഷയില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയില്ല. അവര് പഠിക്കുന്ന ഒരു വിഷയത്തിൽ 4 പേപ്പർ പഠിച്ചാൽ മതി. നമുക്ക് അങ്ങനെയല്ല. അപ്പൊ ഇത്ര കുറെ ആന മണ്ടത്തരങ്ങൾ പിടിച്ച കുറെ ബ്രെയിനുകൾ ഹോമിയോപ്പതിയിലുണ്ട്. ഇതിനൊക്കെ പടിയടച്ച് പിണ്ടാൻ വെച്ചാൽ മാത്രമേ ഹോമിയോപ്പതി രക്ഷപ്പെടുള്ളൂ. ഇപ്പൊ ഡോക്ടർ ഈ ശ്രമം തുടരണം. ഏതെങ്കിലുമൊക്കെ ബദിര കാരണങ്ങൾ പാലിച്ച് നാളെയെങ്കിലും കണ്ണു തുറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, വളരെ സന്തോഷം മനോജ് ഡോക്ടറെ. അതിലുള്ള ഫീഡ്ബാക്ക് ഒക്കെ ഡോക്ടർ നമ്മുടെ ചൂണ്ടിക്കാണിച്ചു ശത്രുക്കൾ നമ്മുടെ ഇടയിൽ തന്നെയാണ്, തന്നെ. യാതൊരു സംശയമില്ല. നമുക്ക് പുറത്തുള്ളവരെക്കാൾ കൂടുതൽ നമ്മുടെ ശത്രുക്കൾ നമുക്കകത്ത് തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ചിലരൊക്കെ അതിബുദ്ധികൾ കാണിച്ചു. അതെ, അതാണ് പ്രശ്നം. അത് ഒന്ന് ഞാൻ ഹോമിയോപ്പതിക്കാർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യല്ല ചെയ്യുന്നത്, വലിയ മിടുക്കരായി ഞാനൊരു ഒരു ഒരു ഡിസ്ക്രിമിനേഷന്റെ കാര്യം കൂടെ ഞാൻ ഒന്ന് പറയാം. ഇപ്പൊ അത് കുറച്ച് അതിന്റെ ഒരു വെയിറ്റ് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്തപ്പോൾ 2018 വരെയും നമ്മൾക്ക് 42 വയസ്സായിരുന്നു PSC അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. പക്ഷെ ഇപ്പോൾ 2023 അത് 40 മാറിയത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്. ഡയറക്ടറേറ്റിൽ നിന്ന് അപ്പോഴാണ് സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്ത് വന്നപ്പോൾ ബാക്കി ആയുർവേദത്തിന് 41 നേരത്തെ. അത് പെൻഷൻ പ്രായം 56 കൂട്ടിയപ്പോൾ 42 ആയുർവേദത്തിന് അങ്ങനെയാണ്, മോഡേൺ മെഡിസിൻ അങ്ങനെയാണ്, എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് എല്ലാം 42. പക്ഷെ നമുക്കതിപ്പം 40. പക്ഷെ ESIയുടെ പരീക്ഷ ഈയിടയ്ക്ക് നടന്നപ്പോൾ അതിനകത്ത് സ്പെഷ്യൽ റൂൾ ബാധകമല്ലാത്തതുകൊണ്ട് അവിടെ 42. ഇപ്പൊ പിന്നെ അത് 40 എന്നുള്ളത് 44 റിസർവേഷൻകാർക്ക് അതിനനുസരിച്ച് കൂടി മുമ്പോട്ട് പോയിട്ടുണ്ട്, പുതിയ സർക്കാരിന്റെ തീരുമാനം. അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ 46 ആയുർവേദത്തിനും മോഡേൺ മെഡിസിനും. നമുക്ക് ആ 2 വർഷം കുറഞ്ഞു. പക്ഷെ അത് ആ സ്പെഷ്യൽ റൂളിൽ വന്ന മിസ്റ്റേക്ക് ആണെന്ന് എല്ലാവരും സമ്മതിക്കുമ്പോഴും ആ സ്പെഷ്യൽ റൂൾ പിന്നെ മാറ്റി എഴുതാൻ, സ്പെഷ്യൽ റൂളിൽ പിന്നെ ഒരു അമെൻമെന്റ് വീണ്ടും നടന്നു. ഈ 6:1:1 എന്നുള്ള റേഷ്യോയിൽ റിസർവേഷൻ അത് ബാക്കിലോ കൊടുക്കണ്ട എന്നുള്ളൊരു അമെൻമെന്റ് ഈ അടുത്ത കാലത്ത് വന്നു. പക്ഷെ ആ അമെൻമെന്റിന്റെ കൂടെ പോലും ഈ പറഞ്ഞ ഏജിൽ ഒരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ള കാര്യം സമ്മതിക്കാനോ ഇല്ലെങ്കിൽ അത് തിരിച്ചു മാറ്റിയെടുക്കാനോ ഒരു ശ്രമം നടന്നില്ല. അവിടെയും നമ്മൾ 2 വർഷം അല്ലെ, എത്ര പേരത് കണ്ടു? അതെ, അതാണ് ഈ ഒരു അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ, ശരിക്കു പറഞ്ഞാൽ അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തുള്ള നാട്ടുകാരുടെയും സംഘടനകളുടെയും ഒക്കെ അഭിപ്രായം എടുക്കുന്നതാണ്. ഇതാരും അറിഞ്ഞതുമില്ല, ഇതങ്ങ് പോവുകയും ചെയ്തു. അതാണ് പറ്റിയത്. പക്ഷെ അത് വീണ്ടും അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം പോലും ഇല്ല. ഇതുപോലെ ഒരുപാട് മിസ്റ്റേക്സ്, ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യധാര സംഘടനകളും ഏറ്റെടുക്കാറില്ല. കാര്യം സംഘടനകൾക്കൊന്നും അതിനുള്ള സമയമൊന്നും കാണാറില്ല. അവരിപ്പം വലിയ വലിയ ഗെറ്റ് ടുഗദറുകളും വലിയ പരിപാടികളാണ്. നമ്മളത് പറയുമ്പോൾ വിമർശിക്കുകയാണെന്ന് പറയും. ഞാൻ അതുകൊണ്ട് ഇപ്പൊ അത് പറയാറില്ല. ഇതുപോലുള്ള ഒരുപാട് ഇപ്പൊ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ധനേഷ് ഡോക്ടർക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ ഈ PG ഗൈഡുകളുടെ അഭാവത്തെക്കുറിച്ച് ഒരു ചർച്ച നമ്മൾ വച്ചതിന് ശേഷമാണ് ആ വർഷം ഒരു 4 പേർക്കോ 5 പേർക്കോ കൂടെ അധികം പോസ്റ്റിംഗ് കിട്ടി. പക്ഷെ അവരുടെ അഡ്മിഷൻ ഇപ്പോഴും തുലാസിലാണെന്ന് കഴിഞ്ഞ ദിവസവും ആ ഡോക്ടർമാർ പറഞ്ഞു. അതായത് ഗൈഡായിട്ടില്ല, ഗൈഡാകാതെ NCH അപ്രൂവൽ കൊടുക്കത്തുമില്ല. ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഈ വർഷവും പിന്നീട് അവർ കോടതിയിൽ പോയിട്ടൊക്കെയാണ് കിട്ടിയത്. ഈ വർഷവും ആ പോസ്റ്റിലേക്ക് ആളിനെ എടുത്തു, പക്ഷെ ഗൈഡായിട്ടില്ല. അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, തിരുവനന്തപുരത്ത് കോളേജും കോഴിക്കോട് കോളേജുമായിട്ട് ചെറിയൊരു ഫൈറ്റ് പോലെയും എന്തൊക്കെയോ ആണ്. എനിക്കറിയില്ല, ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യണമെന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് വിചാരിച്ചെങ്കിലും അതിന്റെ കുട്ടികൾ റെഡിയാവാതെ വന്നതുകൊണ്ടാണ് നമുക്ക് ചർച്ച വെക്കാനായിട്ട് ഉദ്ദേശിച്ച ദിവസം അവര് ട്രിവാൻഡ്രത്ത് മിനിസ്റ്ററെ കാണാനായിട്ട് പോവുകയൊക്കെ ചെയ്തു. ധനേഷ് ഡോക്ടർക്ക് അറിയാം അതുമായിട്ട്. അപ്പൊ ഇതുപോലുള്ള വിഷയങ്ങൾ ആരും തന്നെ ടേക്കപ്പ് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ആരും തന്നെ കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും. ഓക്കെ അശോകുമാർ ഡോക്ടറെ. അതുപോലെ മനോജ് ഡോക്ടർ പറഞ്ഞതെന്ന് പങ്കാളിത്തം കുറച്ച് കുറവാണ്. അശോകുമാർ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഉദ്യോഗാർത്ഥികൾ ഇത് യൂട്യൂബ് വഴിയെങ്കിലും കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ പങ്കാളിത്തത്തിന്റെ കാര്യം പറയാൻ ഞാനൊരു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ നന്നായിട്ട് ഇത് ചെയ്തിരുന്നു. ഞാൻ ഇപ്രാവശ്യം അവർക്ക് അറിയാനുള്ളൊരു അവസരം കൊടുത്തു, പക്ഷെ അത്ര കാര്യമായിട്ട് അത് ഇത് ചെയ്തില്ല. അതുകൊണ്ടാരും കണ്ടില്ല. കാര്യം നമ്മൾ അതുപോലെ വിളിച്ചു വരുത്തിയാലേ അവർ വരത്തുള്ളൂ എന്നുള്ളതാണ്. അവരെ ഒരുപാട് നിർബന്ധിച്ചാലേ അവര് വരൂ എന്നുള്ളതാണ്. ഓക്കെ, ധനേഷ് ഡോക്ടറെ സംസാരിച്ചു. അതായത് അശോകുമാർ ഡോക്ടർ ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വെച്ച് ഒരു ചർച്ച, ഒരു പരമ്പര തന്നെ സംഘടിപ്പിച്ചാൽ എന്താവും ചോദിച്ചത്.
അപ്പൊ അത് വളരെ നന്നായി. കാരണം നമുക്കറിയാം, നമ്മൾ അറിയാവുന്ന വിചാരിച്ച പല കാര്യങ്ങളും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി നന്നായിരിക്കും. കാരണം ഒത്തിരി സാധ്യതകൾ ഹോമിയോപ്പതി കഴിഞ്ഞാൽ ഡോക്ടർമാർക്കുണ്ട്. പൊതുവെ ഹോമിയോപ്പതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് ഇനി ധൈര്യപൂർവ്വം ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, നമ്മുടെ ആയുഷ് മേഖലയിലാണെങ്കിലും കുറെ ഡോക്ടർമാരുടെ എണ്ണം കൂടി. ഡോക്ടറെ, നമ്മുടെ ഈ ആയുഷ് മേഖല വന്നതിന് ശേഷം, അതായത് ഈ ആയുഷ് ഡോക്ടർമാരെ നിയമിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർമാരുടെ നിയമനത്തിൽ എന്തെങ്കിലും എണ്ണം കൂടിയിട്ടുണ്ടോ, അതോ അത് പഴയപടി ഇരിക്കുകയാണോ? അല്ല, ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ കുറച്ച് ഏതാണ്ട് ഒരു 10 വർഷമായിട്ട് പുതിയ ഡിസ്പെൻസറികൾ അധികം അനുവദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 100 ഡിസ്പെൻസറികളാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ അനുവദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു, 2 പ്രാവശ്യമായിട്ട്. അത് 2 പ്രാവശ്യത്തെയും PSC ലിസ്റ്റ് ക്യാൻസൽ ആകാറായപ്പോൾ അവരുടെ ഒരു സമ്മർദ്ദ ഫലമായിട്ട് കഴിഞ്ഞ വർഷവും 40 വേക്കൻസി അനുവദിച്ചു. ഇനി പക്ഷേ ഇത് അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം എല്ലാ പഞ്ചായത്തിലും ഡിസ്പെൻസറികളായി. ഗവൺമെന്റ് ഡിസ്പെൻസറികളും NHM ഡിസ്പെൻസറികളും കൂടെ ചേരുമ്പോൾ ഏതാണ്ട് 1000-ലധികം, 1100-ഓളം ആയിട്ടുണ്ട്. അത്രയൊക്കെ പഞ്ചായത്തുകളെ നമുക്കുള്ളൂ. അപ്പൊ ഇനി അല്ല, അതിലെ ഡോക്ടറെ, ഈ NHM ഡിസ്പെൻസറികൾ സർക്കാർ ഡിസ്പെൻസറികളാക്കി മാറ്റാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അതിനൊന്നും ഇനിയുള്ള കാലം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കാരണം സർക്കാർ ഒരു എങ്ങനെ സാമ്പത്തിക എന്തുവാ, ബാധ്യത കുറയ്ക്കാമെന്നൊക്കെ ഉദാരവൽക്കരണ നയങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കോൺട്രാക്ട് നിയമനങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. മാറി വരുമോന്ന് അറിയില്ല. എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സാർ ആ, ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പ്രധാന കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു MBBS കഴിഞ്ഞ ഡോക്ടർ നമ്മുടെ ഹോമിയോപ്പതി പഠിക്കാൻ വരുമ്പോഴേ അദ്ദേഹത്തിന് അനാട്ടമി, ഫിസിയോളജി, പതോളജി ഇതെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതേസമയം, കാരണം അദ്ദേഹം ഇതെല്ലാം പാസ്സായ ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴ് പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പുറത്തു പോയി PG ഹോം അങ്ങനെയുള്ള ഇതെടുക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ആൾക്കാർക്ക് വേണ്ടി, കാരണം ഇവിടെ ഹോമിയോപ്പതി വ്യാജന്മാര് പ്രാക്ടീസ് ചെയ്യുന്നതിനാണല്ലോ എല്ലാവരും എതിർക്കുന്നത്. പക്ഷെ ഇവര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ്. അവർക്ക് വിദേശത്തൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓർഗനോടും ഫിസിയോഫിലോസഫിയും എല്ലാം തന്നെ അവർ പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ അതിനുള്ള രീതിയിലുള്ള ഒരു എന്തെങ്കിലും നീക്കുപോക്കുകൾ നടത്താൻ നമ്മുടെ വിദ്യാഭ്യാസ കമ്മിറ്റിക്ക് സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള സാധ്യതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണോ? അല്ല, അതായത് അങ്ങനെയുള്ള ഒരു ഞാനിത് പറയാൻ കാര്യം, ഇപ്പൊ നമ്മുടെ ഒരു സംഘടന ദേശീയ തലത്തിൽ നിന്ന് മാറി അന്തർദേശീയ തലത്തിലോട്ട് പേര് മാറ്റിയിരിക്കുകയാണ്. അപ്പം അവര് പറയുന്ന ആ പേരിന്റെ തുടക്കം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തുടങ്ങിയ ഒരു സംഘടനയാണ്. പക്ഷേ ISK IHI ആയി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്ത് കേരള, അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് അപ്പൊ ഹോമിയോപ്പത്ത് ഇന്റർനാഷണൽ ആയി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലുള്ള ഡോക്ടർമാരെ ഒഴിച്ച് വിദേശത്തുള്ള ഏത് കോളേജിലെ ഏത് ഡോക്ടറെ ഇവർക്ക് ഈ IS അതിൽ എടുത്താൻ പറ്റും? ഒന്നാമത്തെ ചോദ്യം അതാണ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. കാരണം ഈ പറഞ്ഞ കണ്ടീഷൻ ക്വാളിഫൈഡ് ആയിരിക്കണം, പാസ്ഡ് ആയിരിക്കണം, ഹോമിയോപ്പതി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളായിരിക്കണം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഭവം വരുമ്പോഴത്തേക്ക് വിദേശത്തുള്ള ഡോക്ടർമാരെല്ലാം നമുക്കറിയാം നമ്മുടെ സൂമിൽ വരുന്നവരാണ്. അവർ ഭൂരിഭാഗം പേരും ഇതുപോലെ തന്നെ മറ്റ് കോഴ്സുകളിൽ പഠിച്ച് അവര് ഹോമിയോപ്പതി മേഖലയിൽ അല്ലാത്ത മേഖലകളിൽ നിന്ന് പഠിച്ചതിന് ശേഷം ഹോമിയോപ്പതിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പാസ്സായിട്ടാണ് വിദേശത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഇവര് ഏത് ഗ്രൂപ്പിൽ പെടുത്തും? അത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അന്തർദേശീയ തലത്തിലോട്ട് ഇവർക്ക് വളരാനാകുമോ? ഒരിക്കലും ആകാൻ പറ്റില്ലല്ലോ. സാറിന്റെ ഒരു അഭിപ്രായം? അത് അല്ല, നമ്മളെ ഈ ഇന്നത്തെ വിഷയമായിട്ട് അല്ല, ഈ വിഷയത്തില് ഈ ഈ NCH ഇല്ലെങ്കിൽ നേരത്തെ CCH ഇതുപോലൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അതായത് ഈ കണ്ടൻസ്ഡ് PHMS കൊടുക്കുന്ന കാര്യം, കണ്ടൻസ്ഡ് അല്ല, MBBSകാർക്കൊക്കെ 6 മാസം കൊണ്ടോ ഒക്കെ ഒരു പിന്നെ ഹോമിയോപ്പതി സർട്ടിഫിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും. കൊടുക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം, നമ്മൾ ഏതോ എനിക്ക് തോന്നുന്നു ജർമ്മനിയിലൊക്കെ ആണെന്ന് തോന്നുന്നു ഹോമിയോപ്പതി ഇല്ലാതായത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണെന്നൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, അതൊരു വലിയ വിഷയമാണ്. അതായത് ഈ അലോപ്പതി ഡോക്ടേഴ്സ് മൊത്തത്തിൽ അങ്ങനെ ഹോമിയോപ്പതിയും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അവരിതൊരു ചിലതിന് മാത്രം, ഇല്ലെങ്കിൽ അലോപ്പതിയുടെ കൂടെ ഒരു ചെറിയ സപ്ലിമെന്റ് പോലെ കൊടുക്കുകയും പതുക്കെ പതുക്കെ ഹോമിയോപ്പതി ഇല്ലാതാവുന്ന ഒരു സ്റ്റേജ്, ശരി. അമേരിക്കയിലൊക്കെ അങ്ങനെയാണ് ഇല്ലാതായെന്നൊക്കെ ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഓക്കെ, നമ്മുടെ നമുക്ക് ഒരു ആശങ്ക. അതിലേക്ക്
അശോകുമാർ ഡോക്ടറെ ആ. അതിപ്പോ നമുക്ക് ഈ ഒത്തിരി ഒന്നും പറഞ്ഞാൽ അത് പെട്ടെന്ന് തീരുന്ന ഒരു അതെ വിഷയമല്ല. അതെ അത് സമയം ഓക്കെ, അതിലോട്ട് നമ്മൾ കൂടുതൽ ഇപ്പൊ പോട്ടെ. പോകണ്ട. ശൈല കാരണം ഡോക്ടർക്ക് വെച്ചാ സമയമായെന്ന് തോന്നുന്നു. സമയം സമയമായി ഓക്കെ സമയമായി അത് എങ്ങും ചെന്ന് എത്തത്തുമില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അതവിടെ നമുക്ക് കൂടുതൽ പറയണ്ട. അപ്പം ഈ അടുത്ത സമയമുള്ള തിങ്കളാഴ്ച ഒരു നമ്മളൊരു അവസരത്തിൽ നമുക്ക് നമ്മളൊരു ടോക്ക് ഷോ എന്നുള്ള രീതിയിലാണ് ഞാനും ഷിജിലുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഷിജിൽ കുറച്ച് അനുഭവങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ട് ഷിജിലിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഷിജിൽ ഞാൻ പറഞ്ഞല്ലോ 12ാം റാങ്കാണ്. അടുത്ത ആൾറെഡി തിങ്കളാഴ്ച അല്ലേ? ഓക്കെ. ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത ആളാണ്. ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് ഒരു 3 മാസം കൂടെ ഉള്ളൂ. ഷിജിലിന് സെൻഡ് ഓഫും ഒക്കെയാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഴ്ചയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ പോയത്. ഓക്കെ, അശോക് കുമാർ ഡോക്ടറെ അടുത്ത ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും. ഡോക്ടറുടെ തീർച്ചയായിട്ടും സ്റ്റുഡൻസിനോട് ഒന്നുകൂടി ഒന്ന് ആഹ്വാനം അത് പറയാം, ചെയ്യുക. നമുക്ക് ക്ലാസ് പറയാം, കുറച്ചുകൂടെ നോക്കാം. അവർക്കാണ് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. പിന്നെ നമുക്ക് കേൾക്കാനുള്ള ഇൻട്രസ്റ്റിൽ നമ്മൾ കേൾക്കുന്നു. പിന്നെ രക്ഷകർത്താക്കൾ കാണും ഇതിൽ കുട്ടികൾ പഠിക്കുന്ന, അവർക്കും പ്രയോജനം ചെയ്യും. ഡോക്ടർ ഇന്നത്തെ നല്ല ഒരു അറിവുകൾ പങ്കുവച്ച അശോക് കുമാർ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി എബ്രഹാം വൈദ്യൻ ഡോക്ടറെ ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ് കൊണ്ട് ഡോക്ടർക്ക് പറയാനുള്ള കാര്യം എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് നന്ദി പ്രകാശിപ്പിച്ച് നമുക്ക് വൈകിട്ട്. താങ്ക് യു ഡോക്ടർ. ഞാനിത് കേൾക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാല് ഈ വിവരങ്ങൾ കേട്ട് അതിശയിച്ചു പോയി. കാര്യം ഹോമിയോപ്പതി ഡോക്ടർക്ക് പഠിക്കാൻ പറ്റിയ മേഖലകളെ പറ്റി ഉള്ള നല്ല അറിവ് ആണ് അശോക് കുമാർ ഡോക്ടർ തന്നത്. പഴയ കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഹോമിയോപ്പതി പഠിച്ചവർക്ക് പിന്നെയും പഠിക്കാനുള്ള ആഗ്രഹം കാരണം ഡിഗ്രിക്ക് പോയി ചേരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പല BHMSയുടെ ഡിഗ്രിക്ക് പോയി ചേരുന്ന അവസ്ഥയുണ്ടായിരുന്നു. എൻ്റെ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ DHMS കഴിഞ്ഞ ഞങ്ങളെ പലരും കുറച്ചുപേര് SLC കഴിഞ്ഞിട്ട് വന്നതാണ്. അവര് ഹോമിയോപ്പതി ഡോക്ടറായ ശേഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയ ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അവർ ഇലക്ഷനൊക്കെ മത്സരിച്ചപ്പോൾ ഡോക്ടർ മത്സരിക്കുന്നു എന്നുള്ള അവസ്ഥ ഒക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ നിന്നും ഇപ്പൊ വളരെ ഉയർന്ന സ്ഥലത്തിലേക്ക് ഡോക്ടർ പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നതിന്റെ വലിയ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്തായാലും ഇതിനു വേണ്ടി വളരെ റിസർച്ച് ത്യാഗം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഈ വിഷയത്തിൽ അവതരിപ്പിച്ച അശോക് കുമാർ ഡോക്ടറെ എത്ര സ്തുതിച്ചാലും എത്ര സന്തോഷം രേഖപ്പെടുത്തിയാലും മതിയാകില്ല. നമ്മുടെ എല്ലാവരുടെയും വളരെയായിട്ടുള്ള താങ്ക്സ് എൻ്റെ പേരും ISPSന്റെ എല്ലാ പ്രവർത്തകരുടെയും പേരിൽ അശോക് കുമാർ ഡോക്ടറെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. എബ്രഹാം വൈദ്യർ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും എല്ലാവരെയും കണ്ണു തുറപ്പിച്ച ഒരുപാട് ഇൻഫർമേഷൻസ് പകർന്നു നൽകിയ അശോക് കുമാർ ഡോക്ടർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, ഗുഡ് നൈറ്റ്.